ഹായ്, ഇത് ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ പോയപ്പോൾ വ്ളോഗാണേ. പോണ വഴിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഗൂഗിൾ ചേച്ചി കുറച്ച് ഞങ്ങളെ ചതിച്ചായിരുന്നു. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ എന്തോ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ എല്ലാവരും ആ വഴി തന്നെയായിരുന്നു. ഞങ്ങളുടെ ബാക്കിലൊക്കെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. അവിടെ എത്തണേന് 1 കിലോമീറ്റർ എങ്ങാണ്ട് എത്തിയപ്പോഴാണ് എല്ലാവരും റിട്ടേൺ വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് അത് ക്ലോസ്ഡ് ആണെന്ന്. പിന്നെ പോകണമെങ്കിൽ 16 കിലോമീറ്റർ ചുറ്റണമായിരുന്നു. അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. ഒരു അവധി ദിവസവും കൂടിയായിരുന്നു. 25-ാം തീയതി ഞങ്ങൾ പോയത്, ഡിസംബർ 25. അപ്പം പോയത് തന്നെ ഒരു 2-2:30 ആയി. അപ്പം എങ്ങനെയാണ് എന്താണോ ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പം ഒരു കണക്കിന് അവിടെ എത്തി, ടിക്കറ്റ് കിട്ടി. പക്ഷേങ്കിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ 2 പേര് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞത് സഫാരിയിലേക്കുള്ള ടിക്കറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ബട്ടർഫ്ലൈ പാർക്കിലും മറ്റേ ചിൽഡ്രൻസ് പാർക്കിലും വേണമെങ്കിൽ പോകാം, അതിനുള്ള ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന ഒരു ഗാർഡ് പറഞ്ഞു അത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അവരങ്ങനെ ചിലവർ പറയും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടെ നിന്നു. 400 രൂപയാണ് ഒരാൾക്ക്, കുട്ടികൾക്ക് 250. പക്ഷേ വർത്താട്ടോ കാശ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരുപാടുണ്ട് സ്ഥലങ്ങൾ കാണാനും. നല്ല രസമാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഇങ്ങനെ നമുക്ക് അവർ തന്നെ സഫാരിയിലേക്കുള്ള ബസ് അവർ തരും, ഫുൾ ഗ്രില്ലിട്ട്. സംഭവം അടിപൊളിയാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ ബസ്സിൽ വന്ന് കരടിയൊക്കെ മുട്ടിയായിരുന്നു. കരടി, സിംഹം അതൊക്കെ ഇങ്ങനെ നടക്കുവാണ്. നമ്മൾ പോകുമ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മൃഗങ്ങളെ കാണുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് കാണാൻ വേണ്ടി. കുറേ നേരം അവർ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും. എന്നിട്ട് ആ മൃഗങ്ങളിങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, അകത്തിരുന്നുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ പുറത്തിറക്കത്തില്ല. അതൊക്കെ ചെയ്ത് എല്ലാത്തിനെയും കാണാൻ പറ്റും. ഓരോ സ്ഥലത്ത് കിട്ടുമ്പോൾ അവർ ഓരോ ഷട്ടർ ഇങ്ങനെ പൊക്കി വിടും. എനിക്കിത് സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ആണെന്ന് തോന്നുന്നു. കുറേ പേരിങ്ങനെ ഗ്രില്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗേറ്റും തുറക്കുമ്പോഴേക്കും അപ്പുറത്ത് ഓരോരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ ബസ് അങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കരടീനെ കണ്ടു, സിംഹം, വൈറ്റ് ടൈഗർ, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത്. ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ വീഡിയോ എല്ലാത്തിനും അങ്ങനെ കാണാനൊക്കെ ഉള്ളൊരിതുണ്ട്. പിന്നെ മറ്റേ വിജയുടെ ഒരു മൂവിയിലുള്ള ഹൈനയോ അതൊക്കെ എന്തോരം അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനത്തിനെയൊക്കെ കാണുന്നത് തന്നെ. ഒരു 2 മണിക്കൂറോളം എടുത്തു എന്ന് തോന്നുന്നു സഫാരി. കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുക. AC ബസ്സിന് 600 തോന്നുന്നു. ഇത് സാധാ ബസ് തന്നെ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ AC ബസ്സൊക്കെ ഇങ്ങനെ ആൾക്കാർ പക്ഷേ ഉണ്ട് കേട്ടോ ഒരുപാട്. അതിലും ഭയങ്കര തിരക്കായിരുന്നു. ഞാനൊക്കെ അവിടെ തണുത്ത് വിറച്ചെഴുന്നേച്ചത്. ടിൻചേട്ടനൊന്നും തണുപ്പ് ഒരു പ്രശ്നമല്ല. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു.
ഒരുപാട് പക്ഷേ പാമ്പുകളെയൊന്നും കണ്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷികളുടെയൊക്കെ സെക്ഷനുണ്ട്, ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനും ഉണ്ട് കേട്ടോ പിള്ളേർക്ക് സൂവിൽ കാണാനും. ഒരുപാട് അങ്ങനെ നടക്കാനുണ്ട്, നമുക്കിങ്ങനെ വെറുതെ ചുമ്മാ അവിടെ കൂടെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനൊക്കെ അടിപൊളിയായിരുന്നു. ഈ സഫാരിയിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും. പിന്നെ ആ വഴി തന്നെ അകത്തേക്ക് കയറിയിട്ടാണ് സൂവിൻ്റെ സെക്ഷൻ, അതിനൊരു എൻട്രി ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കും പിന്നെ ബാക്കി എല്ലാം സൂവിൻ്റെ സെക്ഷനാണ്. ബോട്ടിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബോട്ടിങ്ങൊന്നും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. ആ ഭാഗത്തേക്ക് പോയാൽ ഇവർ ചിലപ്പോൾ ഡാമിക്കുട്ടനും ഡേവിഡുകുട്ടനും വെള്ളം കണ്ട ഇത്തിരി പണിയാണ്. ബോട്ടിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. അവർക്ക് വേണ്ടത് പാർക്കായിരുന്നു. ചെന്നപ്പോൾ തൊട്ട് പാർക്കിൽ പോകണം എന്നായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ഓക്കെയായിരുന്നു. ഈ പാർക്ക് വലിയ ഇതായിട്ടൊന്നുമില്ല, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ തന്നെയുള്ളതൊക്കെ തന്നെ. പിള്ളേർക്ക് പാർക്ക് മതി. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ബബിള് വാങ്ങിച്ചു കൊടുത്തു. അപ്പം ബബിളും ഒക്കെ പറത്തി. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഭാഷയൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഡാമിക്കുട്ടനെയൊക്കെ അവിടെ പാർക്കിൽ വെച്ച് കാണാതിരുന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കന്നഡ പിള്ളേരായിട്ട് പോയിരുന്ന് ഊഞ്ഞാലാടുമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്
പോയി കളി ഏതോ കൊച്ചുകണ്ട് കൂടെ പോയിരിക്കാണ്. ഞാൻ കുറച്ച് വെള്ളം മേടിച്ചിട്ട് ഓക്കെ.